എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചവരെയാണ് വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് പറയുന്നു. അപ്പോൾ തന്നെ വചനമനുസരിക്കുന്നവർ, ദൈവരാജ്യത്തെങ്കിലേക്ക് പ്രവേശിച്ചവർ, ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചവർ. എങ്ങനെയാണ് ഈ പുത്രൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചത്? യേശുവിനെ കൈക്കൊണ്ട്, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ നാം ദൈവ മക്കളായി മാറി. ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് മാറി. അങ്ങനെയുള്ളവരെയാണ് ദൈവജനം അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്നത്. ദൈവമക്കളുടെ സന്തോഷത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ 112 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറയാണ്, യഹോവയെ സ്തുതിപ്പിൻ, അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് ദൈവത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തോടുകൂടിയുള്ള ഭയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തെ സ്നേഹിച്ച് ആ ദൈവത്തെ ഭയപ്പെട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹം ഉള്ളതുകൊണ്ടുള്ള ഭയത്തോടുകൂടെ അവൻ്റെ കൽപ്പനകൾ, ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത് അനുസരിക്കുന്നവർ, ദൈവവചനം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവർ, അവർ അങ്ങനെയുള്ള മനുഷ്യരാണ് ഭാഗ്യവാന്മാർ. ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയെന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഭയത്തോടെ എന്ന് പറഞ്ഞാൽ അതനുസരിക്കണമെന്നുള്ള ഒരു ഉറപ്പോടെ, ആഗ്രഹത്തോടെ, അത് നിർബന്ധമായി അത് ചെയ്യുന്നവർ, ദൈവത്തോടുള്ള സ്നേഹത്തോടെ അത് ചെയ്യുന്നവർ, വചനമനുസരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചോളം തിരുവചനം പറയുകയാണ് അവർ ഭാഗ്യവാന്മാരാണ്. ഏതൊക്കെ മേഖലയിലാണ് അവർ ഭാഗ്യവാന്മാരായി മാറുന്നത്? നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന, ഒരാൾ പോലും അവരുടെ തലമുറകൾക്ക് ഒരു ദോഷം വരാൻ ആഗ്രഹിക്കുന്നില്ല. തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയാണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സന്തോഷം എന്താണ്, ദൈവമക്കളുടെ സന്തോഷം എന്താണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ സന്തോഷം എന്താണ്? ദൈവത്തെ ഇഷ്ടപ്പെട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ ഇവിടെ പറയണം അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. എന്നുവെച്ചാൽ അവർ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ജീവിത പങ്കാളിയും മക്കളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഇവിടെ പറയാണ് അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നിങ്ങൾ യേശു ക്രിസ്തുവിനെ
രക്ഷകനും കർത്താവും അംഗീകരിച്ച് യേശുവിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലാണോ? നിങ്ങളോട് ഞാൻ ധൈര്യമായി പറയാം, നിങ്ങളുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. എന്നിട്ട് പറയണം, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നേരായി ജീവിക്കുന്നവരുടെ തലമുറകൾ, എന്നുവെച്ചാൽ മക്കൾ, അവരുടെ മക്കളും ഒക്കെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്നിട്ട് പറയണം, ആ അനുഗ്രഹം എന്തൊക്കെ അനുഗ്രഹമാണെന്നാണ് തുടർന്ന് പറയുന്നത്. ഐശ്വര്യവും ഈശ്വര സാന്നിധ്യം, ദൈവം എപ്പോഴും കൂടിയിരിക്കുന്ന വലിയൊരു അനുഭവം, ദൈവം കൈവിടാത്തതായ ഒരു അനുഭവം. അവിടെ പറയാണ്, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. സമ്പത്ത് പോവല്ല, ദൈവം വരുമ്പം സമ്പത്ത് വരികയാണ് ചെയ്യുന്നത്. ആരാണെന്ന് ഇതെല്ലാം തകർക്കുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനം ഇങ്ങനെ പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, പിശാച് വരുന്നില്ല. പിശാചാണ് നമ്മുടെ എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ യേശു വരുന്നത് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനും നമ്മെ അനുഗ്രഹിക്കാനും വേണ്ടിയാണ്. അവിടെ പറയാണ്, ഐശ്വര്യവും സമ്പത്തും എന്തുണ്ടാവും? അവരുടെ വീട്ടിൽ ഉണ്ടാകും. അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു. അവൻ്റെ നീതി എന്ത് ചെയ്യാണ്? എന്നേക്ക് നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. നേരുള്ളവർക്ക് എന്താ സംഭവിക്കുന്നത്? ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. ഇവിടെ പറയാണ്, അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവർ ശുഭമായിരിക്കും. എന്നിട്ട് പറയാം, നീതിമാൻ എന്നും ഓർമ്മയിലിരിക്കും, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. ദൈവമക്കളെക്കുറിച്ച് പറയുകയാണ്, ദുർവർത്തമാനത്തിൽ അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. ദൈവമക്കൾ എന്തൊരു വിഷയം കണ്ടാൽ ഭയപ്പെടുന്ന കാര്യമില്ല. വലിയ ഉറപ്പും ധൈര്യമുള്ളവന്. അവന് വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. എന്ന് പറഞ്ഞാൽ അതുപോലെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടും. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. എന്നിട്ട് പറയണം, ദുഷ്ടനത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോയും ദുഷ്ടൻ്റെ ആശ നശിച്ചു. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി മാറും. നന്മ മാത്രമേ കർത്താവ് ചെയ്യൂ. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്ന് വിശ്വസിച്ചാണ്. നിങ്ങളുടെ തലമുറകൾ യേശു മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു, എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നുവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇവരുടെ തലമുറകൾ, ഇവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഐശ്വര്യവും സമ്പത്തും ഇവരുടെ വീട്ടിൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും.